ബിനുവച്ചൻ പ്രാർത്ഥിച്ചു തുടങ്ങും. ബിനുവച്ചൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഒരു വിശുദ്ധ ദിവസത്തിന്റെ വയ്യാതെ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് യുവസഖ്യമായി കർത്താവെ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മോഹത്തപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ലോകമൊക്കെയും രോഗത്തിന്റെയും ഭീതിയുടെയും അവസ്ഥയിലായിരിക്കും. കർത്താവെ, നീ സമാധാനത്തെ നൽകുന്ന ദൈവം, നീ സൗഖ്യത്തെ നൽകുന്ന ദൈവം, അവിടുന്ന് ആകുന്ന ആശ്വാസത്തെ നൽകുന്നത്. കർത്താവെ, നിന്റെ കരം നീട്ടി ഈ ലോകത്തെ വീണ്ടെടുക്കണമേ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗക്കെടുതികളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കരുണ തോന്നി കർത്താവെ, സൗഖ്യത്തെയും ആരോഗ്യത്തെയും ബലത്തെയും ഇവിടെ നൽകണമേ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം യുവനസിഖ്യമായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് കൂടുവാൻ ഇവിടുത്തെ കൃപ നൽകിയല്ലോ. ആരാധനാനുഭവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ കൃപ കൊണ്ടായിരിക്കുകയും നൽകുവാൻ പ്രയത്ന ശക്തിയിരിക്കുകയും ചെയ്യണമേ. യുവനസിഖ്യത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ വർഷം നിന്നെ ആശ്രയിച്ച് എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെപ്പാൻ നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. കുറവുകളും കുറ്റങ്ങളും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാറാകണമേ. ആമേൻ. സോ ഇതുവരെ നമുക്ക് 12+16 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഇടയ്ക്ക് ഒരു 17 18 വന്ന പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിയ സഖ്യം സുഹൃത്തുക്കളെ, ഷിക്കാഗോ മാർത്തോമ യുവൻ സഖ്യം നടത്തുന്ന ബൈബിൾ ആൻഡ് വർഷിപ്പ് ഫൗണ്ടേഷൻസ് ഓഫ് അവർ ഫെയ്ത്ത് എന്ന ഓൺലൈൻ സ്റ്റഡി സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഇമെയിലിൽ പറഞ്ഞതുപോലെ ഓർഡർ ഓഫ് വർഷിപ്പ്, ആരാധനക്രമത്തിലുള്ള ഓരോ ഭാഗങ്ങൾ വേദപുസ്തകത്തിലുള്ള ഏത് ഭാഗങ്ങളായിട്ട് കോർത്തെടുക്കാൻ പറ്റും, അത് ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് in-depth thinking. This conference is no longer being recorded. This conference will now be recorded. Part 1 ഉദ്ദേശിക്കുന്നത് റവറൻഡ് ഷിബി വർഗീസ് അച്ഛൻ ഇത് ലീഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിന്റെ പാർട്ട് 1 ലീഡ് ചെയ്യുന്നതായിരിക്കും. പാർട്ട് 1 will be 6 to 7 sessions. പാർട്ട് 2 ഫ്യൂച്ചർ സെഷൻ ബൈബിൾ സ്റ്റഡി ആണ്. വേദപുസ്തകത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻ എടുത്തിട്ടുള്ള ബൈബിൾ ക്ലാസ് ആണ്. റവറൻഡ് ജോർജ് വർഗീസ് അച്ഛൻ ലീഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഫസ്റ്റ് സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഷിബി അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. Good afternoon. Thank you, Jomi. Good afternoon, അച്ഛൻ. നമ്മുടെ യുവജന സഖ്യമായി ഈ വർഷം ഇപ്രകാരം കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ കൺവീനർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സന്തോഷ് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഈ വിധത്തിലുള്ള ഒരു ക്രമീകരണം ചെയ്തത്. ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തവും ഒരുമിച്ചുള്ള പഠനവും നമ്മുടെ ജീവിതത്തിലും വേദപുസ്തകത്തെയും ആരാധനയെയും കൂടുതൽ ആഴത്തിൽ അറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് we will be using a general framework. നമുക്കൊരു പ്രത്യേക ഫ്രെയിം വർക്കിലായിരിക്കും നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഹൗ ക്യാൻ വി റിലേറ്റ് ബൈബിൾ വിത്ത് അവർ വർഷിപ്പ് എന്നുള്ളതാണ്. നമ്മുടെ ആരാധനയുമായി നമുക്ക് എങ്ങനെ നമ്മുടെ വേദപുസ്തകത്തെ ബന്ധിപ്പിക്കാൻ സാധിക്കും? ഓർ ഹൗ ക്യാൻ വി ഹാവ് എ ബൈബിൾ സ്റ്റഡി ടു നോ ദ റിയൽ വർഷിപ്പ്? അല്ലെങ്കിൽ വേദപുസ്തക പഠനത്തിലൂടെ ആരാധനയെ കൂടുതൽ ആഴമുള്ളതാക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ ഒരു ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ വേദപുസ്തകത്തിൽ എടുത്തിരിക്കുന്ന വേദഭാഗം ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 6 വേഴ്സസ് 1 to 8. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 6 വേഴ്സ് 1 to 8. ഷിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ പഠനം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ ഗൗരവമായി ഈ പഠനത്തെ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് ആരാധന അല്ലെങ്കിൽ ആരാധനയുമായി ചേർന്നുള്ള ദൈവവചനത്തിന്റെ ആഴം
എങ്ങനെ മനസ്സിലാക്കണം എന്ന് ശ്രമിക്കുമ്പോൾ അവിടെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡക്ടറി ആയി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ സാധാരണ പറയാറുണ്ട്, ബൈബിൾ ഈസ് ദി മെയിൻ സോഴ്സ് ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വേദപുസ്തകം തന്നെയാണ്. വേദപുസ്തകത്തിലെ ദൈവവചനം, ദ വേർഡ് ഓഫ് ഗോഡ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ആരാധനകൾ ക്രമീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണേ പറയാം, വേർഡ് ഓഫ് ഗോഡ് ആൻഡ് അവർ വർഷിപ്പ്, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ്, ഹൗ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് റിലേറ്റഡ് വിത്ത് അവർ വർഷിപ്പ്. നമ്മുടെ ആരാധന സാഹചര്യങ്ങളുമായി, ആരാധന അനുഭവങ്ങളുമായി ദൈവവചനത്തിന് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആക്ച്വലി വി ഹാവ് 2 ടെക്സ്റ്റുകൾ ഫോർ ഫെയ്ത്ത്. ദർ ഈസ് 2 ടെക്സ്റ്റ്. അതിൽ ഏറ്റവും പ്രധാന ടെക്സ്റ്റ് ആണ് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. വേർഡ് ഓഫ് ഗോഡ് ഈസ് ദി ബേസിക് ടെക്സ്റ്റ് ഓഫ് അവർ വർഷിപ്പ്. ആരാധനയുടെ ബേസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് ആണ്. സെക്കൻഡ് ബേസിക് ടെക്സ്റ്റ് ആണ് നമ്മൾ സാധാരണ പറയുന്നത് ആരാധന ക്രമം എന്നൊക്കെ നമ്മൾ പറയുന്നത് ലിറ്റർജി. സെക്കൻഡ്, all 2 texts are there for our worship. The first one, the word of God or the scripture or the Bible, and the second one, the liturgy or the worship order. So these 2 main texts are there, but basically the main text is the word of God. പ്രധാനമായ ടെക്സ്റ്റ് word of God തന്നെയാണ്. Then we need to know what is the word of God, or how we can define Bible or scripture. നമ്മൾ വേദപുസ്തകത്തിന് ചരിത്രത്തിൽ ഉണ്ടായ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ 2 ഹിസ്റ്റോറിക്കൽ റെഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, the growth of the early church, സഭയുടെ ആദ്യ വളർച്ച, the growth of the early church, and the reformation of the medieval church. 2 കാര്യമുണ്ട്. ഒന്ന്, ക്രൈസ്തവ സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ ആരാധന ആരംഭിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ദൈവവചനത്തിന്റെ സാങ്കത്യം, അല്ലെങ്കിൽ വചനം എപ്രകാരം ആരാധനയെ സ്വാധീനിച്ചു, ആരാധന അനുഭവങ്ങൾക്ക് ദൈവവചനത്തിനുള്ള പ്രസക്തി, അത് ആരംഭ കാലഘട്ടത്തിൽ. Maybe we need to take the history of the growth of the church, the early church, maybe first 5 or 6 centuries. 6 നൂറ്റാണ്ടുകൾ സഭയുടെ ആരംഭ കാലഘട്ടമാണ് യഥാർത്ഥ നമ്മൾ പറയുന്നത് പോലെ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് വർഷിപ്പ് കമ്പൈൻഡ് ടുഗദർ ഇൻ ദ ജേർണി. ഈ ഒരു യാത്രയിൽ ദൈവവചനവും ആരാധനയും ഏകദേശം 6-7 നൂറ്റാണ്ട് ഒരുമിച്ച് സഞ്ചരിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ആരാധന അനുഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാന റെഫറൻസ് എന്ന് പറയുന്നത് മെഡീവൽ കാലഘട്ടത്തിൽ റിഫർമേഷൻ ആരംഭിച്ചപ്പോൾ ഉണ്ടായ വേർഡ് ഓഫ് ഗോഡിനുണ്ടായ ഇമ്പോർട്ടൻസ്. സോ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് ദ ചർച്ച് വാസ് റിഫോംഡ് ഓർ ദ വർഷിപ്പ് വാസ് റിഫോംഡ്. സോ വചനത്തിലൂടെയാണ് ആരാധനകൾക്ക് നവീകരണം സംഭവിച്ചത്. സോ ഇൻ ദ ബോത്ത് റെഫറൻസസ് ഇൻ ഹിസ്റ്ററി we find the word of God plays a key role. In the beginning of the early church, the word of God was the basic text used in the worship. At the second time, during the time of Reformation also, the worship was reformed because of the word of God. ഈ 2 ഒരു ഹിസ്റ്റോറിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക് റെഫറൻസ് നമ്മൾ മനസ്സിൽ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഓർത്തു വെക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. എന്താണ് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ കുറെ ഡെഫിനീഷൻസ്, കുറെ ആശയങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. വാട്ട് ഈസ് വേർഡ് ഓഫ് ഗോഡ് ഓർ ബൈബിൾ ഓർ സ്ക്രിപ്ചർ, എന്തൊക്കെയാണ് എന്ന് പറയാൻ സാധിക്കും. സോ the beginning itself, it is said that the word of God is the breath of God. The word of God is the breath of God.
ദൈവവചനം എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവവചനം ദൈവശ്വാസീയമാകുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ശ്വാസമാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. എന്താണ് ഈ വചനത്തിന്റെ അടിസ്ഥാനം പറഞ്ഞാൽ 2 Timothy chapter 3 verses 16. 2 Timothy chapter 3 verses 16 ഇങ്ങനെ പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. All scripture is breathed out by God. So, word of God or scripture or Bible is the breath of God. ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ദൈവവചനം എന്ന് പറയുന്നത് it is not simple letters that we read every day, but it is the breath of God that we share every day. ദൈവത്തിന്റെ ശ്വാസം നിരന്തരം നമ്മളിലേക്ക് ഊതപ്പെടുന്നു. അതുകൊണ്ട് ദൈവവചനം ദൈവശ്വാസമാണ് എന്നത് പൗലോസിന്റെ തന്നെ ഒരു ആശയമാണ്, ഒരു ശക്തീകരണമാണ്. Then the word of God is the inspired word. The Bible is the inspired word. ഇത് പരിശുദ്ധ റൂഹായാൽ പ്രേരിപ്പിക്കപ്പെട്ട വചനങ്ങളാണ്. It is not simply written from an ideological point of view or an imaginative world or like a fiction. ഇതൊരിക്കൽ പോലും ഒരു ആദർശപരമായി എഴുതപ്പെട്ട അല്ല, ഇത് ചില ഭാവനകളിലൂടെ എഴുതപ്പെട്ടതല്ല, ഇത് തീർച്ചയായും പരിശുദ്ധ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഇൻസ്പയർഡ് വേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. So that is the second important point that Bible itself says about the word of God. It is the inspired word. Third എന്ന് പറയുന്നത്, this word of God, it reveals the world of God. It reveals the world of God. ദൈവവചനം ദൈവത്തിന്റെ ലോകത്തെ കുറിച്ച് പറയും. It reveals the world of God. വേദപുസ്തകം മുഴുവനും ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനം ദൈവത്തിന്റെ ലോകത്തെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. എന്താണ് ഈ ലോകം? What is the world? How was the world? How the people who believed in God responded to their situation when they lived in this world. ഈ ലോകത്തിൽ തങ്ങൾ ജീവിച്ചപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച കുറെ മനുഷ്യർ അവർ എപ്രകാരം ജീവിച്ചു, എപ്രകാരം പ്രതികരിച്ചു. അതുകൊണ്ട് the word of God reveals the world of God. The world of God. And next, the same word of God gives us the idea of the relationship in this world. ഈ ലോകത്തിലെ ബന്ധങ്ങളെ കുറിച്ചാണ് ഈ ദൈവവചനം നമ്മളോട് പറയുന്നത്. മനുഷ്യ ബന്ധങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം മുഴുവൻ. വേദപുസ്തകം മുഴുവനും മനുഷ്യന്റെ കഥ പറയുകയാണ്. It talks about the relationship about human. It talks about different conditions of human. മനുഷ്യന്റെ വിവിധ അവസ്ഥകളെ കുറിച്ചാണ് ഈ വേദപുസ്തകം മുഴുവൻ പറയുന്നത്. It talks about different conditions of human. So it talks about in a way integrally the relationship, different relationship. Then what is that relationship? ആ ബന്ധങ്ങൾ എന്തൊക്കെയാണ്? We find 3 type of relationship within the word of God. 3 type of relationship. That relationship is number 1, it is a relationship between the creator and the creation. The creator and the creation. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ് വേദപുസ്തകത്തിൽ മുഴുവനും നമുക്ക് കാണുവാൻ സാധിക്കും. The next is that it is the relationship within the creation. ഈ സൃഷ്ടിക്കുള്ളിലുള്ള കുറെ ബന്ധങ്ങൾ അത് വേദപുസ്തകത്തിലുണ്ട്. How human and nature is related. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഈ പുസ്തകത്തിലുണ്ട്. So first there is a relationship talking between creator and creation, or it can be said that it is the cosmic relationship. And secondly, we find within the creation the human and the other nature.
the nature, other beings, that relationship is there. ആ ബന്ധങ്ങളും വേദപുസ്തകത്തിലുണ്ട്. And the third one, the relationship within a human person. മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ബന്ധങ്ങളുടെ കഥ. So that is the micro level of relationship. That is a micro level. So we find in Bible moves from a macro level of relationship to a micro level relationship. മനുഷ്യന്റെ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു വലിയ ശൃംഖല പോലുള്ള ബന്ധങ്ങൾ തുടങ്ങി വളരെ സൂക്ഷ്മമായ ബന്ധങ്ങളുടെ വരെ ഒരു രൂപപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു രൂപരേഖ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സോ ബൈബിൾ സ്പീക്സ്, വേർഡ് ഓഫ് ഗോഡ് സ്പീക്സ് വെരി മൈന്യൂട്ട്ലി. ഓരോ കാര്യങ്ങളിലേക്കുമുള്ള ശ്രദ്ധ നമുക്ക് കാണുവാൻ സാധിക്കും. ബൈബിൾ ഈസ് so particular that every point is marked in the word of God. എല്ലാ കാര്യങ്ങളും ഈ വചനത്തിലൂടെ വരയ്ക്കപ്പെട്ട് നൽകിയിട്ടുണ്ട്. എല്ലാം വരയ്ക്കപ്പെട്ട് നൽകിയിട്ടുണ്ട്. എല്ലാം ഒരു എഴുത്ത് പോലെ, ഒരു ചിത്രം പോലെ നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തി നൽകിയിരിക്കുന്ന ഒരവസ്ഥയാണ് ദൈവവചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സഭാപിതാവ് ഇപ്രകാരം വേദപുസ്തകത്തെ പറയുന്നുണ്ട്. ഗ്രിഗറി ഓഫ് നിസ എന്ന് പറയുന്ന സഭാപിതാവ്, ഗ്രിഗറി ഓഫ് നിസ ഈസ് എ ചർച്ച് ഫാദർ ഹു lived in the 4th century. Means he lived between 3rd and 4th centuries, who was so influential in framing the theologies in the early period. അപ്പം ഗ്രിഗറി ഓഫ് നിസ എന്ന് പറയുന്ന സഭാപിതാവ് ദൈവത്തെയും സ്ക്രിപ്ചറിനെയും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: സ്ക്രിപ്ചർ റിവീൽസ് ദ നേച്ചർ ഓഫ് ഗോഡ്. സ്ക്രിപ്ചർ റിവീൽസ് ദി നേച്ചർ ഓഫ് ഗോഡ്. ദാറ്റ് മീൻസ് ദി വേർഡ് ഓഫ് ഗോഡ് റിവീൽസ് ദി നേച്ചർ ഓഫ് ഗോഡ്, ആൻഡ് ദി നേച്ചർ റിവീൽസ് ദി സ്ക്രിപ്ചർ ഓഫ് ഗോഡ്, ആൻഡ് ദി നേച്ചർ റിവീൽസ് ദി സ്ക്രിപ്ചർ ഓഫ് ഗോഡ്. ദൈവവചനം ദൈവത്തിന്റെ പ്രകൃതി എന്താണെന്ന് പറയുന്നുണ്ട്. ദ നേച്ചർ ഓഫ് ഗോഡിനെ കുറിച്ച് പറയുന്നു സ്ക്രിപ്ചർ. വെൻ വി ലുക്ക് ടു ദി നേച്ചർ, ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ദാറ്റ് ഈസ് ദി സ്ക്രിപ്ചർ ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് പലപ്പോഴും പറയുന്നു നേച്ചർ ഈസ് ദി ഫസ്റ്റ് സ്ക്രിപ്ചർ എന്ന് പറയും. പ്രകൃതിയാണ് ദൈവത്തിന്റെ ആദ്യത്തെ വചനം, അല്ലെങ്കിൽ ദൈവം അക്ഷരങ്ങളായി, ദൈവം നിറങ്ങളായി, ദൈവം പ്രകൃതിയിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നു there is a connection between scripture and science. സ്ക്രിപ്ചറും സയൻസും തമ്മിൽ ഒരു ബന്ധമുണ്ട്. Because the nature, if science speaks about nature, then scripture speaks about the nature of God. ദൈവത്തിന്റെ പ്രകൃതിയെ കുറിച്ച് ദൈവവചനം പറയുമ്പോൾ ഈ പ്രകൃതി തന്നെ ഒരു സ്ക്രിപ്ചർ ആണെങ്കിൽ then the science itself speaks something about this nature. So nature and scripture is connected. അങ്ങനെ നമ്മൾ ഈ വലിയ ഒരു ബന്ധത്തിനുള്ളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. So I was just trying to say that what is the word of God? എന്താണ് ഈ word of God എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ just for our primary understanding, introductory understanding. It is the breath of God. It is the inspired word. It reveals the word of God. It reveals different sort of relationship between creator and creation within the creation, and also the human. And also the scripture and the nature is connected in a way that scripture speaks about the nature of God, and nature is the first scripture of God. In short, we can say scripture, nature, or scripture and science is connected through this understanding. For your understanding, അതുകൊണ്ട് വചനത്തെ കുറിച്ചുള്ള ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് നമുക്കിനി the ടെക്സ്റ്റിലേക്ക് പോകാം. The text is the book of Isaiah, chapter 6, verses 1 to 8. ഞാനിതൊന്ന് വായിക്കാം. ഹോസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു.
ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരിപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിന്റെ കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായിക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിന് നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഈ വേദഭാഗം വേണമെങ്കിൽ നമുക്ക് പറയാം, ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 6, 1-8 brings about the real worship. ഈ ഭാഗം യഥാർത്ഥ ആരാധനയെ കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഈ ഒരു പഠനത്തിന് ആദ്യം എടുത്തത് എന്നുള്ളത്. കാരണം we find a very structured worship only during the time of monarchy. വേദപുസ്തകത്തിൽ വളരെ സംഘടിതമായ ആരാധന തുടങ്ങിയത് അല്ലെങ്കിൽ നടന്നത് ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. മൊണാർക്കി എന്ന വാക്ക് റൂൾ ഓഫ് കിങ്സ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് കിങ്സ്, ആൻഡ് വി നോ ദ കിങ്സ് വേർ ദി അപ്പോയിന്റഡ് കിങ്സ്. കിങ്സ് വേർ ദി അപ്പോയിന്റഡ് കിങ്സ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ആ ഹിസ്റ്ററി നമുക്കറിയാം. ശമൂവേൽ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. സോ കിങ്സ് എല്ലാവരും അപ്പോയിന്റഡ് ബൈ സംബഡി, either by prophets or maybe by priest. പ്രവാചകന്മാരാലോ പുരോഹിതന്മാരാലോ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് കിങ്സ് എന്ന് പറയുന്നത്. സോ ദ അപ്പോയിന്റഡ് കിങ്സ് ഓർ ദി കിങ്സ് അനോയിന്റഡ് ബൈ പ്രോഫറ്റ്സ് ഓർ പ്രീസ്റ്റ്. അപ്പോൾ പ്രവാചകന്മാരോ പുരോഹിതന്മാരോ അഭിഷേകം ചെയ്ത രാജാക്കന്മാരായിരുന്നു ഇസ്രായേലിനെ ഭരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് സംഘടിതമായ ആരാധന ഉണ്ടായത്. ഒരു സ്ട്രക്ചേർഡ് വർഷിപ്പ് ആരംഭിക്കുന്നു. അതിനു മുമ്പെല്ലാം നമ്മൾ കാണുന്നുണ്ട്, there is worship, but that much it was not so much structured. അത്രയും ഒരു സ്ട്രക്ചേർഡ് ഫോമിൽ നമ്മൾ ബൈബിളിനുള്ളിൽ വർഷിപ്പ് കാണുന്നില്ല. ജെനസിസ് ചാപ്റ്റർ 4 തന്നെ നമ്മൾ കാണുന്നു, കയീനും ഹാബേലും ആരാധിക്കുന്നു. പിന്നീട് പലയിടങ്ങളിൽ അബ്രഹാമിന്റെ ആരാധന, യാക്കോബിന്റെ ആരാധന, ഇങ്ങനെ എല്ലാ വേദപുസ്തക ഭാഗത്തും ആരാധനയുണ്ട്. സോ അവിടെ എല്ലാം നമ്മൾ കാണുന്നു ഇറ്റ് വാസ് നോട്ട് സോ മച്ച് സ്ട്രക്ചേർഡ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് ഈ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ, സി there is a institution called temple. ആലയം എന്ന് പറയുന്ന വളരെ വ്യക്തതയായി ആലയത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യമുണ്ട്. വെൻ വി സ്റ്റാർട്ട് ദിസ് ടെക്സ്റ്റ്, ഈ പാസേജ് വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നു, ഉസിയ മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു, അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. So two institutions were there. One is the palace, that is the place of king. രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു, അത് രാജഗ്രഹങ്ങളായിരുന്നു. എന്നാൽ അതിന് പുറത്തൊന്നുണ്ട്, അതാണ് ടെമ്പിൾ, അതാണ് ആലയം. അപ്പം രാജാവിന്റെ കൊട്ടാരവും ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാലയവും ഉള്ള ഒരു സാഹചര്യം ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വാട്ട് ഈസ് പാലസ്? പാലസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇറ്റ് ഈസ് ദ സ്പേസ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി. കൊട്ടാരം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഒരു സ്ഥലമാണ്. അവിടെ ആജ്ഞകളുണ്ട്. there are so much commands. അവിടെ റൂളുണ്ട്, അവിടെ നിർദ്ദേശങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. രാജാവിന്റെ കൊട്ടാരത്തിൽ there are court people. ഈ രാജകൊട്ടാരത്തിലെ പരിചാരകരായ ഒരു കൂട്ടം ആളുകളുണ്ട്. there are nobles.
വളരെ ശ്രേഷ്ഠരായ ആളുകളുണ്ട്, കസ്റ്റോഡിയൻസ്, പല കാര്യനിർവഹണം നടത്തുന്ന കുറെ പേർ. ഇൻ ഷോർട്ട് വി ക്യാൻ സേ പാലസ് ടോക്സ് അബൌട്ട് മൈറ്റി പീപ്പിൾ. ഈ കൊട്ടാരം പലപ്പോഴും ശക്തരായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ അത് മാത്രമല്ല, there are slaves also. അവിടെയും ചൂഷണത്തിന് വിധേയപ്പെട്ട അടിമകളായിട്ടുള്ള ആളുകൾ. സോ there is a palace space. But just opposite to that we find temple. ഇവിടെ ടെമ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു രാജാവിന്റെ മരണം പറഞ്ഞിട്ടാണ് ഈ വേദപുസ്തക ഭാഗം ആരംഭിക്കുന്നത്. ദ ഡെത്ത് ഓഫ് എ കിങ്. അവിടെ പറയുന്നു ഡെത്ത് ഓഫ് എ കിങ് ഹാപ്പൻ ചെയ്തപ്പോൾ ഈ പറയുന്ന യെശയ്യാവ് ദേവാലയത്തിൽ പോയി. സോ വർഷിപ്പിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു തുടങ്ങുകയാണ്. ഇസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് എനി വർഷിപ്പ്. ദ കോണ്ടെക്സ്റ്റ് ഓഫ് എനി വർഷിപ്പ് ഈസ് ടു മൂവ് ഫ്രം എ പാലസ് സോർട്ട് ഓഫ് ലൈഫ് ടു എ ടെമ്പിൾ സോർട്ട് ഓഫ് ലൈഫ്. അതുകൊണ്ട് ഈ അധികാരത്തിന്റെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും ദേവാലയം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കുള്ള ഒരു സ്പേഷ്യൽ മൂവ്മെന്റ് ആണ് വർഷിപ്പിന്റെ തുടക്കം. ആരാധനയുടെ തുടക്കം അതാണ്. എ മൂവ്മെന്റ് ഫ്രം എ സ്പേസ് ഓഫ് പവർ, അതോറിറ്റി ഓർ ദി സെക്യുലർ ആക്ടിവിറ്റി. നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇറ്റ് കാനോട്ട് ബി ഡിവൈഡഡ്, ബട്ട് we are moving from a secular arena of our life to a more sacred, that is temple. അപ്പം ആ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ പ്രവാചകന്റെ ജീവിതത്തിൽ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. ഒരു പൊതു സമൂഹത്തിലെ പൊതു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിടത്ത് നിന്നും ദേവാലയത്തിനുള്ളിലേക്ക് പോകുന്നു എന്ന് പറയുകയാണ്. ആ ദേവാലയത്തിനുള്ളിലേക്ക് പോകുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡെത്ത് ഉണ്ട്. ഡെത്ത്. സോ വി ക്യാൻ സേ ദാറ്റ് വർഷിപ്പ് എന്ന് പറയുന്നത് എ മൂവ്മെന്റ് ഫ്രം സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത് ടു എ മൂവ്മെന്റ് ഓഫ് എ സിറ്റുവേഷൻസ് ഓഫ് ലൈഫ് ആണ്. അപ്പം ആരാധന എന്ന് പറയുന്നത് മരണകരമായ സാഹചര്യം, രോഗം, ദുഃഖം, സങ്കടം, സംഘർഷം, ചോദ്യങ്ങൾ, കലഹങ്ങൾ, കലാപങ്ങൾ, അക്രമങ്ങൾ, അതിക്രമങ്ങൾ, ഇങ്ങനെയൊക്കെ നിറയുന്നതായ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്നും നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ it must sound as a space of life. അത് ജീവന്റെ ഇടമാണ്, സ്പേസ് ഓഫ് ലൈഫ് ആണ്. സോ വർഷിപ്പ് brings about a space of life. ആരാധന എപ്പോഴും വേദപുസ്തകത്തിന്റെ ശക്തീകരണത്തിൽ സംസാരിക്കുന്നത് ജീവനെ കുറിച്ചാണ്, ജീവന്റെ പരിപോഷണത്തെ കുറിച്ചാണ്, മരണത്തെ അതിജീവിക്കുന്ന ജീവനെ കുറിച്ചാണ് ആരാധന എന്ന് പറയുന്നത്. സോ എവ്രി ടൈം വേദപുസ്തകത്തിലെ എല്ലാ വേദഭാഗങ്ങളും ആരാധനയോട് ചേർന്ന് പഠിക്കുകയാണെങ്കിൽ there is a transition, there is a movement from the situations of death to a situations of life. Or നമുക്ക് പറയാം worship brings a resistance to the situations of death. മരണകരമായ സാഹചര്യത്തെ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ആണ് ഈ ചാപ്റ്റർ 6 പ്രവാചകനിലൂടെ കാണുന്നത്. He is not simply moving from hearing a death of a king to a temple. There is a movement from death to life. There is a movement of resisting death towards life. So worship is something connected with life, overcoming death. മരണത്തെ അതിജീവിക്കുന്ന ജീവന്റെ ആഘോഷമാണ് ആരാധന എന്ന് പറയുന്നത്. So worship is the celebration of life that overcomes the situations of death. Celebration of life that overcomes the situation of death. മരണ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ജീവന്റെ ആഘോഷ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് വേദപുസ്തകത്തിൽ. ആ സ്ട്രക്ചറിനുള്ളിലേക്ക് നമ്മൾ വരികയാണ്. സോ ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻ ടു എ ടെമ്പിൾ. ഇറ്റ്സ് നോട്ട് ദാറ്റ് സിംപ്ലി വി ആർ എൻറ്ററിങ്. നമ്മളും പള്ളി ആരാധനകളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച ദേവാലയത്തിനുള്ളിലേക്കൊക്കെ പ്രവേശിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ we find that how meaningful our space is. Temple is not a building, but it is a space that we are entering into a space. That space talks about life. അത് ജീവനെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ മോശയുടെ ഹോരേബ് മലമുകളിലെ ആരാധനയ്ക്കകത്തും അല്ലെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴും
ദൈവത്തിന്റെ ഒരു ആജ്ഞ ആദ്യം ഇതാണ്, മോശെ മോശെ നിന്റെ കാലിൽ ചെരുപ്പ് അഴിച്ചു കളക, കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക എന്ന് പറയുന്നത്. സോ യു നീഡ് ടു റിയലൈസ് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദ ലാൻഡ് ഈസ് ഇംപ്യുവർ, അത് മോശമാണ് എന്ന് പറയാനല്ല. യു നീഡ് ടു റിയലൈസ് ദിസ് തിങ്. ഇത് ഈ ഒരു മാറ്റം നമ്മൾ ഗൗരവമായി മനസ്സിലാക്കി വേണം നമ്മൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഓഫീസിൽ പോകുന്നത് പോലെയോ ഷോപ്പിങ്ങിന് പോകുന്നത് പോലെയോ ഒന്നുമല്ല. ഇതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ഈ ഒരു സ്പേസ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ചില റിയലൈസേഷൻസ് അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സെക്കൻഡ് തിങ് നമ്മൾ നോക്കുന്നുണ്ടേ, we find in verse 2, chapter 6, verse 2, സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. സോ then we come to a new understanding. വർഷിപ്പിന്റെ ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് who is worshipping the Lord. ദൈവത്തെ ആരാണ് ആരാധിക്കുന്നത് എന്ന് പറയുക. ആരാണ് ആരാധിക്കുന്നത്? ഇവിടെ ഇതിന് ഉത്തരം പറയുന്നുണ്ട്. The heavenly beings, the angels and the archangels എന്ന് വേണമെങ്കിൽ പറയും. The heavenly beings. The heavenly beings. അപ്പം 3 കൂട്ടം ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. The heavenly beings, the earthly beings and the nature itself. The heavenly beings, the earthly beings and the nature itself is worshipping the Lord. ഇവിടെ പ്രവാചകങ്ങൾ കാണുന്നത് സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. 2 കൊണ്ട് മുഖം മൂടി, പാദം മൂടി, അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന സാറാഫുകളെ ഏഞ്ചൽസിനെ സെറാഫീം എന്ന് പറയുകയാണ്. നമ്മുടെ ആരാധനാക്രമത്തിൽ ഈ റെഫറൻസസ് ഉണ്ട്. സെറാഫീം ആൻഡ് സെറൂബീം വർഷിപ്പിംഗ് ദ ലോർഡ്, ഏഞ്ചൽസ് ആൻഡ് ആർക്ക് ഏഞ്ചൽസ്. സോ ദൈവദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് മാത്രമല്ല, ഹെവൻലി ബീയിങ്സ്, earthly beings and the nature. നമ്മുടെ ആരാധനയ്ക്കുള്ളിലും നമ്മുടെ വർഷിപ്പിന്റെ ഓർഡറിനകത്തുള്ളിലും ഒക്കെ നമ്മുടെ പല പ്രാർത്ഥനകളിൽ ഇത് കിടപ്പുണ്ട്. മാലാഖവൃന്ദം, ദൈവദൂതഗണങ്ങൾ, സ്വർഗീയ സേന ഭൗമികരോടൊപ്പം ആരാധിക്കുന്നു. സ്വർഗീയ സേന ഭൗമികരോടൊപ്പം ആരാധിക്കുകയാണ് എന്ന് പറയുക. യേശുവിന്റെ ബർത്ത് നറേറ്റീവ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവിടെ ഉയരങ്ങളിലെ മാലാഖവൃന്ദവും ദൈവദൂത സൈന്യവും ദൈവത്തെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ഭൂമിയിലെ ആട്ടിടയന്മാരും ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ആരാധനയിൽ നിന്ന് പുറത്തല്ല. ഇറ്റ് ഈസ് നോട്ട് എക്സ്ക്ലൂസീവ് വർഷിപ്പ്. വർഷിപ്പ് ഒരിക്കലും എക്സ്ക്ലൂസീവ് അല്ല. ഇറ്റ് ഈസ് സോ ഇൻക്ലൂസീവ് ദാറ്റ് the heavenly beings, the earthly beings and even the nature comes together in the worshipping situation. ഈ ദൈവത്തെ ആരാധിക്കുന്ന സാഹചര്യത്തിൽ ദൈവദൂതഗണങ്ങൾ സ്വർഗീയ സൈന്യത്തോട് ഭൗമികരോട് ചേർന്ന് പ്രകൃതിയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. സോ നത്തിങ് ഈസ് എക്സ്ക്ലൂഡഡ് ഇൻ വർഷിപ്പ്. ആരാധനയിൽ ഒന്നും തന്നെ എക്സ്ക്ലൂഡഡ് അല്ല. എവരിത്തിങ് ഈസ് ഇൻക്ലൂഡഡ്. വർഷിപ്പ് ഈസ് ഇൻക്ലൂസീവ്. അതാണ് ബൈബിൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വർഷിപ്പ്. ബിബ്ലിക്കൽ വർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ ഇൻക്ലൂസീവ്. യു കനോട്ട് സേ ദാറ്റ് that person, that nation, that tribe is not part of this worship. അവര് ഫിസിക്കലി പ്രസന്റ് അല്ലെങ്കിലും in a way there is a cosmic atmosphere for our worship. ഒരു പ്രാപഞ്ചികമായ പ്രപഞ്ചം മുഴുവനും ദൈവത്തെ ആരാധിക്കുകയാണ്. ആ ഒരു ആരാധനയിലാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിരന്തരം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ഉണ്ട്. അത് heavenly beings, the earthly beings, the nature, everywhere. So we call sometimes അങ്ങനെയുള്ള ആരാധന കൂട്ടത്തെ നമ്മൾ പലപ്പോഴും നമ്മളെ പള്ളി ആരാധനകളിലൊക്കെ വരുമ്പോൾ ആരാധന സമൂഹം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത്രത്തോളം അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ വേദപുസ്തകത്തിൽ ഈ ഭാഗം നമ്മളോട് പറയുന്നു ആരാധന സമൂഹം എന്ന് പറയുന്നത് ഇത്രത്തോളം വരും എന്നുള്ളതാണ്. ഇത്രത്തോളം ഉണ്ട് ആരാധന സമൂഹം എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇവിടെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ആരാധന ഡിമാൻഡ് ചെയ്യുന്നത് ഒരു സാക്രിഫിഷ്യൽ എലിമെന്റ് ആണ്. ഒരു സാക്രിഫിഷ്യൽ എലിമെന്റ്. നമുക്കറിയാം ഇവിടെ ദൈവദൂതഗണങ്ങൾ തങ്ങളുടെ മുഖം മൂടി എന്ന് പറയുന്നു. അത് നമ്മൾ കേട്ടിട്ടുള്ള ആശയങ്ങളൊക്കെ ധാരാളമുണ്ട്. അതെല്ലാം അർത്ഥപൂർണമാണ്. ഇറ്റ് ഈസ് മീനിങ് ഫുൾ. നമ്മൾ കേട്ടിട്ടുള്ള
അർത്ഥങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ദൈവത്തെ മുഖാമുഖം കാണുവാൻ പറ്റാത്തത് കൊണ്ട് അവർ മുഖം മൂടി ദൈവത്തെ ആരാധിച്ചു എന്നതാണ് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ അതിനേക്കാൾ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത്, ഇൻ ഓൾ വർഷിപ്പ്, ഇൻ ബിബ്ലിക്കൽ വർഷിപ്പ് there is some sort of sacrifice happening. ഏതെങ്കിലും വിധത്തിലൊരു സാക്രിഫൈസ് ഉണ്ട്, ഏതെങ്കിലും വിധത്തിലൊരു സാക്രിഫൈസ്, ഒരു റെഡ്യൂസിങ് ഓഫ് സെൽഫ് നടക്കുന്നുണ്ട്, ഒരു ആളത്വത്തിന്റെ ചുരുങ്ങൽ, ആളത്വത്തെ പരിമിതപ്പെടുത്തുക. ആരാധനയുടെ ഏറ്റവും വലിയ ആവശ്യം അത് തന്നെയാണ്. ഹൗ ക്യാൻ വി ഹംബിൾ അവർ സെൽസ് ബിഫോർ ദ ലോർഡ്? ഇവിടെ അതാണ് നമ്മൾ കാണുന്നത്. ദ ഹെവൻലി ബീയിങ്സ് humbled themselves, the earthly beings humbling themselves, the nature humbling themselves. ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ഓർക്കണം. നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പോൾ വെൻ റൈറ്റ്സ് ടു ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 പറയുന്നുണ്ട്, അധോലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ മുഴങ്കാലം അവന്റെ മുമ്പിൽ മടങ്ങുമെന്ന് പറയുന്നു. ദൈവദൂതഗണങ്ങൾ അവരുടെ മുഖം മൂടി ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഷോസ് their sacrifice, their humility. ഈ ഭൗമികരായ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അതുകൊണ്ടാണ് ആരാധനയിലെ മുട്ടുമടക്കുന്ന ഒരു പോസ്റ്റർ തന്നെ ഉണ്ടായത്. ആ പോസ്റ്റർ ഉണ്ടായതിന് പിന്നിൽ ദ ഹംബ്ലിംഗ് ബിഫോർ ദ ലോർഡ്, ദ റിഡ്യൂസിങ് ഓഫ് ദ സെൽഫ്, ഞാൻ എന്ന ഭാവത്തെ ചുരുക്കാൻ, പരിമിതപ്പെടുത്തുവാൻ, നമ്മെ തന്നെ ഒന്ന് യാഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, നമ്മെ തന്നെ ഒന്ന് ചുരുക്കുവാൻ വേണ്ടി. അപ്പം ആരാധനയുടെ ഒരു സാഹചര്യം അത്. അതുകൊണ്ടാണ് വർഷിപ്പിനകത്ത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, നമ്മൾ സാധാരണ പറയുന്നത് കോൺഗ്രിഗേഷൻ വാസ് നോട്ട് ദെയർ എന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബിബ്ലിക്കലി പറയുന്നത് ദ സെർവൻസ് ഓഫ് വർഷിപ്പ് എന്നാണ്. ദ സെർവൻസ് ഓഫ് വർഷിപ്പ്, ബിക്കോസ് വി ആർ സെർവൻസ്, നമ്മൾ ദാസന്മാരാണ് എന്ന് പറയുന്നത്. ദാറ്റ് വേർഡ് ഷോസ് ദ ഹ്യൂമിലിറ്റി. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ് സെർവന്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഐസിയയിലൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. ചാപ്റ്റർ 42, 44 ഒക്കെ കാണുന്നുണ്ട്. ദ സെർവന്റ് സോങ്സ് എന്ന് തന്നെ പറയുന്നു. സോ when we are before the Lord, we are not masters, we are only servants ready to sacrifice, and there is sacrifice. So ഈ ടെക്സ്റ്റ് പറയുന്നു, there is a sacrificial element in all worship. Worship becomes meaningful only when we are ready to sacrifice something. When we are ready to sacrifice something. Even the heavenly beings did that. We as earthly beings, the nature, എല്ലാം കൂടെ ചേരുമ്പോൾ, യേശുക്രിസ്തുവിന്റെ മരണസമയത്തെ കുറിച്ച് നമ്മൾ ഈ അടുത്ത സമയത്ത് ധ്യാനിച്ചതാണ്. നമ്മൾ കാണുന്നുണ്ട് പ്രകൃതി എങ്ങനെയാണ് യേശുവിന്റെ മരണത്തെ അനുഭവിച്ചത് എന്നുള്ളത്. ഹൗ ദ നേച്ചർ എക്സ്പീരിയൻസ് ദി ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അല്ലെ? അതെല്ലാം സൂചിപ്പിക്കുന്നത് ദ സാക്രിഫിഷ്യൽ എലിമെന്റ്. വി ആർ യുവർ സെർവൻസ് എന്നാണ്. വി ആർ യുവർ സെർവൻസ്, ഞങ്ങൾ നിന്റെ ദാസന്മാർ എന്ന അർത്ഥത്തിലാണ് ആ വേദഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. സോ ദിസ് ബ്രിങ്സ് വാട്ട് ഈസ് the context, the condition in which the worship is happening. ആരാധന നടക്കുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നുണ്ടേ, നമ്മൾ കാണുന്നുണ്ട് വേഴ്സ് 3, we find ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തുക. ഇവിടെ മുതൽ we find the structure of worship. ഇനിയും താഴോട്ട് പോകുമ്പോൾ we find about 5 to 6, maybe 5 structures included in each worship. എല്ലാ ആരാധനയ്ക്കുള്ളിലും അടങ്ങിയിരിക്കുന്ന 5 ഘടകങ്ങളുണ്ട്, 5 കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 1, the adorative part of a worship, the adoration, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതാണ് പറയുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമ്മുടെ ആരാധന ക്രമത്തിൽ നമ്മൾ സിറിയക് ലാംഗ്വേജിൽ കൗമ എന്ന് ഉപയോഗിക്കുന്നത് ഇതിനെയാണ്. കൗമ or the adorative prayer starts with the trisagion. 3 പ്രാവശ്യം ഹോളി 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 എന്ന് പറയുന്നതാണ് ട്രൈസാഗിയോൻ. ഈ ട്രൈസാഗിയോൻ കൊണ്ടാണ് ആരാധനകളെല്ലാം ആരംഭിക്കുന്നത്. എന്തിനാണ് കൗമ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, any worship starts by glorifying God.
ഏതൊരു ആരാധനയാകുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം പറയുന്ന ഏറ്റവും വലിയ ശക്തീകരണമാണ് ലേവ്യ പുസ്തകത്തിലുമുണ്ട്. ചാപ്റ്റർ 19 ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ദൈവം പരിചയപ്പെടുത്തുന്നത് ഞാൻ വിശുദ്ധനായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ ദിസ് ഈസ് ദി മോസ്റ്റ് ഇൻട്രൊഡക്ടറി എലിമെന്റ് ഓഫ് ഗോഡ് യൂസ്ഡ് ഇൻ വർഷിപ്പ്. ആരാധനയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ദൈവത്തെ കുറിച്ച് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനം ഹോളി ഹോളി ഹോളി, ഞാൻ വിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് പറയുന്ന ഭാഗമാണ്. ആ കൗമ, ദ അഡോറേറ്റീവ് പാർട്ടാണ് വർഷിപ്പിന്റെ ഏറ്റവും പ്രധാനം. സോ വർഷിപ്പ് സ്റ്റാർട്ട്സ് വിത്ത് ദി അഡോറേഷൻ എന്നാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്നു, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. സാംസ് 19 ഇത് പറയുന്നുണ്ട്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. സോ മഹത്വം വർണ്ണിക്കലാണ് അഡോറേഷൻ. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്, ദ ഗ്ലോറി ഓഫ് ഗോഡ്, അത് ആരാധനയിൽ വർണ്ണിച്ചിരിക്കുകയാണ്. നമ്മുടെ കൗമ ഭാഗം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ കൗമയിൽ മുഴുവൻ ഇതാണ് കാണുന്നത്. ദൈവത്തിന്റെ വിശുദ്ധിയെ വർണ്ണിക്കുന്ന ദൈവജനം, ദൈവത്തിന്റെ ഉണ്മയെ, ദൈവം ആരാണ് എന്നതിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്ന ദൈവജനം. സോ ദാറ്റ് പാർട്ട് ഈസ് അഡോറേഷൻ. ആ അഡോറേഷൻ പാർട്ട് ഒരു വിധത്തിൽ ദൈവം ആരാണ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെയാണ്. ദൈവം ആരാണ്, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം ആരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് എന്ന് പറയുമ്പോൾ, ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ, അങ്ങനെയാണ് പറയുന്നത്. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് പറയും. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവത്തെ നീ എന്ന് വിളിക്കാൻ പറ്റുമോ? എന്തിനാണ് ദൈവത്തെ നീ എന്ന് വിളിക്കുന്നത്? ദൈവത്തെ അങ്ങന്നല്ലേ വിളിക്കേണ്ടത്, എന്തുകൊണ്ട് നീ എന്ന് ഉപയോഗിച്ചു? ഈ വാക്കുകളെല്ലാം നമ്മൾ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ ഒരു ക്ലോസ്നെസ് വിത്ത് ദ ഗോഡാണ്. ദൈവത്തോട് ഏറ്റവും അടുപ്പം സൂചിപ്പിക്കാനാണ് നീ എന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. ഗോഡ് ഈസ് മൈ ഫ്രണ്ട്, ഗോഡ് ഈസ് മൈ കമ്പാനിയൻ, ഗോഡ് ഈസ് കമ്പാഷനേറ്റ്. ഈ അർത്ഥങ്ങളെല്ലാം വ്യാപരിക്കുന്നത് കൊണ്ടാണ് നീ എന്ന രീതിയിൽ അത്ര ഗാഠമായ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ, ഇറ്റ് ഈസ് നോട്ട് എ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ പീപ്പിൾ. ദൈവവും ജനവും തമ്മിൽ ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് അല്ല, ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഏകീഭാവമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഏകീഭാവം, ഒന്നിച്ചാകുന്ന ഒരു ഭാഗം, ഏകീഭാവം, ദ യൂണിഫിക്കേഷൻ ഓഫ് God and the people, the worshipping community. അപ്പം ഇത് തമ്മിലുള്ള ഏകീഭാവം സൂചിപ്പിച്ചുകൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ എന്ന് പറയുന്നത്. ദൈവമേ നീ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സൂചന തന്നെയാണ്. ബലവാനെ നീ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ബലമുള്ള കാര്യങ്ങൾ ചെയ്തവനെ നീ പരിശുദ്ധൻ എന്ന് തന്നെയാണ്. മരണമില്ലാത്തവനെ എന്ന് പറയുമ്പോൾ ദ സൺ ഓഫ് ഗോഡ്, യേശുക്രിസ്തുവിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്തായിരുന്നാലും the adoration is very important in worship. All worship starts with adoration. It is referred in this book, in the book of Isaiah. രണ്ടാമത്, ഈ വലിയ പരിശുദ്ധി ദൈവത്തെ അഡോറേഷൻ കഴിയുമ്പോൾ അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നു, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരിപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു ജനത്തിന് നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. When we adore God, the presence is filled within the temple. ഇവിടെ ദൈവത്തെ വർണ്ണിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ആലയം പുക കൊണ്ട് മൂടി എന്നൊക്കെ പറയുന്നത്. സോ ദാറ്റ് മീൻസ് ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വ്യാപരിക്കൽ എല്ലായിടത്തും ഉണ്ട്. സോ when we worship, when we adore God, we also start realizing the presence of the Lord. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എഴുന്നള്ളിയിരിക്കുന്ന ഇടമാണ് ആരാധന അനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഉള്ളിലാണ് നമ്മൾ. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഉള്ളിൽ എത്തുന്ന ഒരവസ്ഥ അതുകൂടെ സൂചിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഫുൾ ഓഫ് ദി ഫ്രാഗ്രന്റ് പ്രസൻസ് ഓഫ് ലോർഡ്. ദൈവത്തിന്റെ
സുഗന്ധ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന്റെ സുഗന്ധ സാന്നിധ്യം. നമ്മള് ഇൻസെൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴെല്ലാം അതിനകത്ത് ഒരർത്ഥം ഇതാണ്, ദ ഫ്രാഗ്രന്റ് പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ സുഗന്ധ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സുഗന്ധ സാന്നിധ്യം അതിന്റെ സൂചനയാണ്. അതുകൊണ്ട് ആ സൂചനകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സുഗന്ധ സാന്നിധ്യം ദേവാലയത്തിൽ നിറയുന്നു, നമ്മുടെ കണ്ണുകളിൽ നിറയുന്നു, നമ്മുടെ മനസ്സിൽ നിറയുന്നു, നമ്മുടെ ശരീരത്തിൽ നിറയുന്നു. സോ വർഷിപ്പ് അഡോറേറ്റീവ് ആയിരിക്കുമ്പോൾ തന്നെ വർഷിപ്പ് വളരെ ഈസ്തറ്റിക് ആണ്. ഈസ്തറ്റിക്, AESTATIC, ഈസ്തറ്റിക് സെൻസ് ഉണ്ട് വർഷിപ്പ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് ആരാധിക്കാം, നമ്മുടെ കാതിലൂടെ നമ്മൾ ആരാധിക്കുന്നു, നമ്മളുടെ ശ്വാസത്തിലൂടെ നമ്മൾ ആരാധിക്കുന്നു, നമ്മുടെ ശരീരം തന്നെ ദൈവത്തെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഈ വലിയ ഒരു ഈസ്തറ്റിക് സെൻസും ആരാധനയ്ക്കുള്ളിലുണ്ട്. വളരെ ഗൗരവമായി ആരാധനയ്ക്കകത്ത് ഒരു സൗന്ദര്യം ഉണ്ട്. ആ സൗന്ദര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സുഗന്ധപൂരിതമായ സൗരഭ്യം നൽകുന്ന ദൈവ സാന്നിധ്യമാണ് അതിന്റെ സൗന്ദര്യം. ഗോഡ്സ് പ്രസൻസ്, ദ ഫ്രാഗ്രന്റ് പ്രസൻസ് ഓഫ് ദ ലോർഡ് ഈസ് ദ ബ്യൂട്ടി ഓഫ് വർഷിപ്പ്. ദൈവത്തിന്റെ ആരാധിക്കുന്ന ആരാധനയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്ന ഫ്രാഗ്രന്റ് പ്രസൻസ് ആണ്. ആ പ്രസൻസിന്റെ മുമ്പിൽ പ്രവാചകൻ 5-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ല ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു. സോ ദ തേർഡ് തിങ് ഈസ് ദി റിപ്പന്റൻസ് എലിമെന്റ് ഇൻ വർഷിപ്പ്. നമ്മുടെ ആരാധനാക്രമം എടുത്ത് നോക്കിയാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൗമ കഴിഞ്ഞിട്ട് ആ റിയലൈസേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് കുരിശ് വരയ്ക്കണം എന്ന് പറയുന്നത്. ആ കുരിശ് വരയ്ക്കുന്ന ദൈവമേ, നിന്റെ സാന്നിധ്യമുണ്ട്, നിന്റെ കുരിശിന്റെ മുമ്പിൽ, നിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഞാൻ കുരിശ് വറക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പാപം ഏറ്റു പറയുകയാണ്. നമുക്കറിയാം നമ്മുടെ ആരാധനാക്രമത്തിൽ Psalms 51 ഒക്കെ അങ്ങനെയാണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദ സ്ട്രക്ചർ ഈസ്, സെക്കൻഡ് വൺ ഈസ് റിപ്പന്റൻസ്, അനുതാപത്തിന്റെ അനുഭവം. ആരാധനയ്ക്കകത്ത് ഏറ്റവും പ്രധാനമാണ് ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ അനുദപിക്കുന്നതായ ആൾ. അതുകൊണ്ട് അനുതാപത്തോടുകൂടെ, ഞാൻ പറഞ്ഞല്ലോ, ദ ഹ്യൂമിലിറ്റി, ദ ഹംബിൾ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് ടു ബി ഡെവലപ്ഡ് വിത്തിൻ ദ വർഷിപ്പ്. ആരാധനയ്ക്കുള്ളിൽ സൃഷ്ടിക്കപ്പെടേണ്ടതായ വിനയത്തിന്റെ ഒരു രൂപമാണ് ഈ റിപ്പന്റൻസ്, അനുതാപം എന്ന് പറയുന്നത്. ഇവിടെ പ്രവാചകൻ അത് നിർവഹിക്കുന്നു, അനുദപിക്കുകയാണ്. ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു. സോ ഇവിടെ പ്രവാചകൻ 2 കാര്യം പറയുന്നു. നോട്ട് ഓൺലി saying that I am sinful, I am unclean, and also saying that I am living in an unclean society. So my conditions are sinful and I am sinful. ഞാൻ പാപിയാണ്, എന്റെ സാഹചര്യങ്ങളും പാപത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് അനുതാപത്തോടെ പറയുന്ന പ്രവാചകൻ നമ്മുടെ മുമ്പിൽ ആരാധനയുടെ ഏറ്റവും പ്രധാന ഒരു ശക്തീകരണം നൽകുന്നു. The repentance in the worship. Repentance in the worship. ആരാധനയിലെ അനുതാപത്തിന്റെ അനുഭവം. അടുത്തത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അനുദപിക്കുമ്പോൾ വാക്യം 6 സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിന്റെ കുടിൽ കൊണ്ട് തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു, അതെന്റെ വായിക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. That brings the absolution. So here a God who received the prayer of the prophet, the person, and the sins are forgiven. പാപം ക്ഷമിച്ചിരിക്കുന്നു. പാപം ക്ഷമിച്ചിരിക്കുന്നതിന് ഒരു വലിയ സൂചന അവിടെ നൽകുന്നത്, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. നിന്റെ പാപം നീക്കി എന്ന് പറയുന്നു. നിന്റെ പാപം നീക്കി, നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. സോ ദ അബ്സല്യൂഷൻ, വർഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദി അബ്സല്യൂഷൻ, റിസീവിങ് ദി അബ്സല്യൂഷൻ. പലപ്പോഴും പറയാറുണ്ട് വി റിപ്പന്റ് ബട്ട് വി നെവർ റിസീവ് ദി അബ്സല്യൂഷൻ. പലപ്പോഴും റിപ്പന്റ് ചെയ്യാറുണ്ട്, അബ്സല്യൂഷൻ, പാപക്ഷമ നമ്മൾ സ്വീകരിക്കാറ്. റിസീവിങ് ദി അബ്സല്യൂഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. റിപ്പന്റൻസ് ഉണ്ടായിട്ട് കാര്യമില്ല, റിസീവിങ് ദി അബ്സല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിന് ഉപയോഗിക്കുന്ന ഒരു ഓർമ്മ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഓർമ്മ പീറ്ററിന്റെ ലൈഫിലാണ്. യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് പത്രോസ് നിൽക്കുമ്പോൾ പത്രോസിന് മുമ്പിൽ യേശു പോകുന്നു. യേശു പോകുമ്പോൾ പറയുന്ന ഇങ്ങനെയാണ്, പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. Peter confessed and Peter received the absolution from Jesus Christ himself.
പത്രോസ് പാപമേറ്റു പറഞ്ഞു. പത്രോസിന് പാപക്ഷമ യേശുക്രിസ്തുവിന്റെ നോട്ടത്തിലൂടെയാണ് ലഭിച്ചത്. ആ നോട്ടമാണ്. എസ്എം യൂദ തെറ്റ് ചെയ്തു എന്ന ബോധമുണ്ടായി, ബട്ട് ഹി നെവർ റിസീവ്ഡ് ദാറ്റ് അബ്സല്യൂഷൻ. പാസ് ഓവർ ഫെസ്റ്റിവലിലും യൂദ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും ഞാനോ എന്ന് പറയുമ്പോൾ അവൻ ഇറങ്ങിപ്പോവുകയാണ്. സോ ദ ടൈം ഓഫ് റിസീവിംഗ് ദ അബ്സല്യൂഷൻ, ദ എക്സ്പീരിയൻസ് ഓഫ് റിസീവിംഗ് ഓഫ് ദി അബ്സല്യൂഷൻ, എന്റെ പാപം ദൈവം ക്ഷമിച്ചു തന്നു എന്ന ആ വലിയ ബോധമാണ് ആരാധനയുടെ ഏറ്റവും പ്രധാനം. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, അതർവൈസ് വി വിൽ എൻഡ് അപ്പ് ഇൻ ഗിൽറ്റ്. അതുകൊണ്ട് റിപ്പന്റൻസ് ഇൻ വർഷിപ്പ് ഈസ് നോട്ട് ടു എൻഡ് അപ്പ് ഇൻ ഗിൽറ്റ് ബട്ട് ടു അറ്റൈൻ ഫോർഗീവ്നെസ്. പാപക്ഷമ പ്രാപിക്കാൻ വേണ്ടിയാണ് അബ്സല്യൂഷൻ അതിനകത്ത് വന്നിരിക്കുന്നത്. ഈ വേദഭാഗത്തും അത് നമുക്ക് സാധിക്കും, അത് കാണുവാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ദ ഗ്രേറ്റ് താങ്ക്സ് ഗിവിംഗ്. ഗ്രേറ്റ് താങ്ക്സ് ഗിവിംഗ്. ഗ്രേറ്റ് താങ്ക്സ് ഗിവിംഗ് ആണ് ഈ പ്രവാചകന്റെ വാക്കുകളിൽ കാണുന്നത്. അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ശബ്ദം കേട്ടിട്ട് അടിയനിര. രണ്ട് കാര്യമുണ്ട്. ഒന്ന് താങ്ക്സ് ഗിവിംഗ്, രണ്ട് ഗിവിംഗ് ഹിംസെൽഫ് ആസ് എ വിറ്റ്നസ് ഓർ എ മിഷൻ. അതുകൊണ്ട് ആരാധനയുടെ ഏറ്റവും പ്രധാനം താങ്ക്സ് ഗിവിംഗ് ആണ്. നമ്മുടെ വിശുദ്ധ കുർബാന എടുത്ത് നോക്കിയാൽ ആദ്യത്തെ ഭാഗത്ത് അഡോറേഷൻ ആണെങ്കിൽ വചനം, ദൈവവചനത്തിന്റെ പ്രസംഗം, കുംഭസാരം, ആ ഭാഗങ്ങളെല്ലാം പിന്നെ വരുന്ന റിപ്പന്റൻസ് ആണ്. യേശുവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു, അവിടെ റിപ്പന്റൻസ് ആണ്. ദെൻ ടുവേർഡ്സ് ദ ലാസ്റ്റ് നമ്മൾ കാണുന്നു വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് പ്രൈസ് ആണ്. നമ്മൾ താങ്ക് ചെയ്യുകയാണ്. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നു. അതുകൊണ്ട് ഈ ഏതൊരു ആരാധനയ്ക്കുള്ളിലെയും സ്ട്രക്ചറിങ്ങിനകത്ത് അത് നമുക്ക് കാണുവാൻ സാധിക്കും. താങ്ക്സ് ഗിവിംഗ് ഫോർ ദ ലോർഡ്, ദൈവത്തിന് നന്ദി പറയുന്നതായ ഗ്രേറ്റ് താങ്ക്സ് ഗിവിംഗ്. താങ്ക്സ് ഗിവിംഗ് ഫോർ ദി അറ്റോൺമെന്റ്, ഫോർ ദി സാക്രിഫൈസ് ഓഫ് ലോർഡ്. അവസാനം അത് അവസാനിക്കുന്നത് എന്നെ അയക്കണമേ എന്ന് പ്രവാചകൻ പറയാണ്. സെൻഡ് മീ ലോർഡ്, സെൻഡ് മീ ലോർഡ്, വിറ്റ്നസ്. സോ ലാസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വിറ്റ്നസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ വിശുദ്ധ കുർബാനയുടെ ഒക്കെ അവസാനത്തെ റൂഷ്മകളെല്ലാം അതിന്റെ സൂചനകളാണ്. ഗോ ഗോ സെർവ് ദ ലോർഡ്, ഗോ ആൻഡ് സെർവ് ദ ലോർഡ്, പ്രേ ഫോർ അസ്, ഗോ ആൻഡ് സെർവ് ദ ലോർഡ് എന്ന് പറയുന്നു. പോയി ലോകത്തിൽ ജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ദ സ്ട്രക്ചർ ഓഫ് വർഷിപ്പ്. ഇനി ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് ഞാൻ ഇവിടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ദ ലാസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ്, സോ വെൻ വി ടേക്ക് ദ മിഷൻ or the become a witness and going to the world, ഇതോടുകൂടെ ചേർന്ന് നമ്മൾ പോകുമ്പോൾ വാട്ട് ഈസ് ദ മിഷൻ ദാറ്റ് വർഷിപ്പ് ഗീവ്സ് us? ഈ ടെക്സ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ഭാഗം നമ്മുടെ മുമ്പിൽ തരുന്ന എന്താണ് ആരാധനയുടെ സാക്ഷ്യം, ശുശ്രൂഷ, എന്നെ അയക്കണമേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. ദ ഗോഡ് ഓഫ് മേഴ്സി കുറിയലൈസോൻ, ഗോഡ് ഓഫ് മേഴ്സി കുറിയലൈസോൻ. കുറിയലൈസോൻ, കരുണയുള്ള ദൈവമേ, എന്റെ പാപം ക്ഷമിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് എ റിഡീമിംഗ് ഗോഡ്. ഒരു വീണ്ടെടുപ്പുകാരനായ ദൈവത്തെയാണ് ഞാൻ ആരാധനയിൽ കണ്ടുമുട്ടിയത്. ഐ ഡോണ്ട് ഹാവ് ആൻ അക്യൂസിംഗ് ഗോഡ്, എ ജഡ്ജിങ് ഗോഡ്, എ റിഡീമിംഗ് ഗോഡ്. ഏത് ആരാധനയ്ക്കകത്തെയും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ദ വർഷിപ്പ് ടോക്സ് അബൌട്ട് ദ റിഡംഷൻ ഓഫ് ഗോഡ്. റിഡംഷൻ, റിഡീമിംഗ് ഗോഡിനെ കുറിച്ച് പറയുന്നു. ദൈവം രക്ഷകനായ ഒരു ദൈവത്തെ, വീണ്ടെടുപ്പുകാരനായ ഒരു ദൈവത്തെ, വിമോചകനായ ഒരു ദൈവത്തെ നമ്മുടെ മുമ്പിൽ നൽകുന്നതാണ് ഏതൊരു ആരാധന. ഈ പ്രവാചക വാക്കുകൾ ഉപയോഗിച്ചാൽ ദ റിഡംഷൻ ഈസ് ദി ജസ്റ്റിസ് ആൻഡ് റൈറ്റ്യസ്നെസ്. റിഡംഷൻ ഈസ് ജസ്റ്റിസ് ആൻഡ് റൈറ്റ്യസ്നെസ്. റിഡംഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാപം ക്ഷമിച്ചു തന്നു എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ജസ്റ്റിസ് ആൻഡ് റൈറ്റ്യസ്നെസ്. ഇത് നീതിയും ന്യായവുമാണ്. ലോകത്തിൽ നീതിയും ന്യായവും ഉണ്ടാകണം. In the world, there must be justice and righteousness. So we are sent by the Lord at the end of a worship to impart justice and righteousness to the world. ഈ ലോകത്തിൽ നീതിയും ന്യായവും നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മളെ ആരാധന അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞയക്കുന്നത്. Because we have experienced a redeeming God, and that redeeming God is empowering us and strengthening us to do justice and to live righteously. ഈ ലോകത്തിൽ നീതി നടപ്പാക്കി നേരോടുകൂടെ ജീവിക്കാൻ അത് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട്
നീതിയുടെയും ന്യായത്തിന്റെയും മാർഗമാണ് ആരാധന എപ്പോഴും നമ്മളുടെ മുമ്പിൽ തരുന്നത്. നീതിയുടെയും ന്യായത്തിന്റെയും മാർഗം. നീതിയോടെ ജീവിക്കാൻ, ന്യായത്തോടെ ജീവിക്കാൻ ഈ ആരാധന നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സോ ദിസ് പ്രൊഫറ്റിക് ടെക്സ്റ്റ്, ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ നൽകുന്ന ആരാധനയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത്. ദ ഫസ്റ്റ് ഭാഗം ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണ്, എങ്ങനെയാണ് ആരാധന അല്ലെങ്കിൽ വചനം എന്താണ് എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഇൻട്രൊഡക്ടറി ആയിട്ട്. Then we entered into text. The text speaks about a palace and a temple. എന്താണ് ആ പാലസിൽ നിന്ന് ടെമ്പിളിലോട്ട് പോകുന്നതിന്റെ സാങ്കത്യം, ആരാധനയുടെ ഒരു സ്പേഷ്യൽ ട്രാൻസിഷൻ എന്താണ് സ്പീക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. It is not a bifurcating, it is not a separation that we separate secular from sacred. It is a transition from secular to sacred, and it is a realization that sacred becomes sacred only when we bring the life. ലൈഫിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയാൻ ശ്രമിച്ചു. Then we have the structure of worship. ആദ്യം പറഞ്ഞത് space of worship ആണ് from this text. The second one, the structure of worship. A structure ഹൗമായിൽ തുടങ്ങുന്നു, adoration, the aesthetic sense of worship, the repentance, the absolution, the thanksgiving, and the witness part of a worship. And the last, I just brought the great thing is that the God, a redeeming God, the God of mercy, Kurielaiser, redeeming God who demand justice and righteousness in this world. ഈ ലോകത്തിൽ നീതി ന്യായവും ആവശ്യപ്പെടുന്നു. So the demand of every worship is that one who worship the Lord becomes a witness to witness justice and righteousness. അതുകൊണ്ടാണ് ഈ ഹീബ്രു വാക്ക് മിഷ്പാത്ത് ആൻഡ് സദാക്ക എന്നാണ് ഉപയോഗിക്കുന്നത്, ജസ്റ്റിസ് ആൻഡ് റൈച്ചസ്നെസ്. അതിനോട് ചേർന്ന് വരുന്ന ഒരു വാക്കാണ് മാർട്ടീരിയ എന്ന് പറയുന്ന ഗ്രീക്ക്. സോ വെൻ യു ഡു റൈറ്റ് ജസ്റ്റിസ് ആൻഡ് വെൻ യു live in righteousness, your life will be sacrificed. Your life will be sacrificed. So justice and righteousness demands a sacrifice in your life. So worship starts from a sacrifice. Worship continues through sacrifice. Worship starts from a sacrifice. Worship continues through sacrifice. ആ സാക്രിഫിഷ്യൽ എലിമെന്റ് ത്രൂ ഔട്ട് ദ വർഷിപ്പിനകത്ത് ഉണ്ട് എന്നുള്ളത്. സോ ടുഡേ ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്നത്. May God bless us all with all this wisdom. Thank you. Thank you, John. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു 2 minutes ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. Any questions from anybody? Okay, ഒന്നല്ലെങ്കിൽ റോയ് പ്രാർത്ഥിച്ച അവസാനിക്കും. റോയ്. റോയ് ഉണ്ടോ? പ്രാർത്ഥിക്കാം. കേൾക്കാമോ? കേൾക്കാം. ഞാൻ അരിവാസിലമായി സ്നേഹിക്കുന്ന കർത്താവെ, ഈ വിശുദ്ധ ദിവസം സന്ധ്യായ സമയത്ത് കർത്താവെ, നിന്റെ വചനത്തിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവനസുഖ്യമായി ഒരുമിച്ചിരിക്കുന്നതും നമുക്ക് കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കേട്ടതായ പഠന വിഷയത്തിനായ നിന്നോട് സ്തോത്രം. കർത്താവെ, ദൈവവചനം കർത്താവെ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഏത് വിധേന, ഞങ്ങൾ ആരാധിക്കുന്നത് ഏത് വിധേന എന്ന് മനസ്സിലാക്കുവാൻ തക്കണം പ്രിയപ്പെട്ട അച്ഛനോട് കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ച വലിയ അവസരത്തിനായി സ്തോത്രം. കർത്താവ്, പ്രകൃതിയിൽ കർത്താവ് നിന്നെ കാണുവാൻ, അത് മനുഷ്യരുടെ കഥയായി കർത്താവ് അത് ഞങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ തക്കണം അതിനെ ഒരു പുസ്തക ചൂടാക്കി നൽകിയതിനാണ് നിന്നോട് സ്തോത്രം ചെയ്തു. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ആരാധിക്കുന്നു. മരണകാരണങ്ങളിൽ നിന്ന് കർത്താവ് പ്രതിരോധിക്കുവാൻ കർത്താവ് ഞങ്ങളെ ആരാധനകളെ സാധ്യമാക്കി തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തെ താറാക്കുകളുടെ കൂടെ നിന്നുകൊണ്ട് മനുഷ്യരായ ഞങ്ങളും പ്രകൃതിയും ഒരുമിച്ചിരുന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ബലഹീനരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ത്യജിച്ചുകൊണ്ട് ശൂന്യരായിക്കൊണ്ട് കർത്താവ് നിന്നെ ആരാധിക്കുവാൻ നിങ്ങൾക്ക് നൽകുന്നതായ അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട അച്ഛനോട് കർത്താവെ, ആരാധനയെ കർത്താവ് ഓരോ ഘടകങ്ങളായ കർത്താവെ മനസ്സിലാക്കുവാൻ ഈ സമയത്ത് ഞങ്ങൾക്ക് സാധിച്ചല്ലോ. കർത്താവെ, കൗമുദിലൂടെ കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിച്ചു തുടങ്ങുമ്പോൾ നീ പരിശുദ്ധനാണ് എന്ന് മനസ്സിലാക്കുവാൻ
കർത്താവെ നിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ, നിന്റെ സൗന്ദര്യത്തെ മനസ്സിലാക്കുവാൻ, നീ ബലവാനാണെന്നും നീ മരണമില്ലാത്തവനാണെന്നും മനസ്സിലാക്കുവാൻ കർത്താവെ നീ നമുക്കിതായ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ ആരാധനയിൽ നിന്നോട് പാപം ക്ഷമ ചോദിക്കുവാൻ, അതോടൊപ്പം തന്നെ കർത്താവെ പാപത്തെ നീക്കി കർത്താവെ പാപമോചനം സ്വീകരിക്കുവാനുള്ളതായ പത്രോസിന്റെ ഒരു മനസ്സൂടെ കർത്താവെ നീ ഞങ്ങൾക്ക് തിരുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ നന്ദിയുള്ളവരായി സ്വയം കർത്താവെ നിന്റെ ശുശ്രൂഷയിലേക്ക് കർത്താവെ ഇറങ്ങി ചെല്ലുവാൻ, കർത്താവെ കുളിയുടെ ആയുസ്വൻ എന്ന ശബ്ദത്തിലൂടെ കർത്താവെ മുറുകെ പിടിച്ചു നിൽക്കുവാൻ തക്കോണം ഞങ്ങൾക്ക് ബലം പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുവൻസെക്കത്തെ 31 സന്നിധിയിലേക്ക് താഴ്ത്തി വെക്കുന്നു. കർത്താവെ സമയം ഇങ്ങനെ ക്രമീകരിക്കുവാൻ തക്കോണം സത്യത്തെ ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ ഞങ്ങൾ പഠിച്ചതായ കാര്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ സത്യയോടുള്ള ബന്ധത്തിൽ, വ്യവസ്ഥപരമായ ബന്ധത്തിൽ, കർത്താവ് ഞങ്ങളുടെ ആരാധനയുള്ള ബന്ധത്തിൽ അധികമായി ഞങ്ങൾക്ക് കർത്താവ് നിന്നെ മനസ്സിലാക്കി തന്നുക വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വെക്കുന്നു. പ്രത്യേക ഈ ജീവിത സാഹചര്യങ്ങൾ കർത്താവിനെ വ്യത്യസ്തമായ രീതിയിൽ കർത്താവിന്റെ വചനം പഠിപ്പാൻ ലഭിക്കുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്നിടത്ത് കർത്താവ് ദൈവിക കൃപയിൽ സുരക്ഷിതരായിരിക്കാൻ കർത്താവിനെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ അവസരങ്ങൾ കർത്താവ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളായി തീരുവാൻ സഹായിക്കണമേ. സന്നിധിയിലായിരിക്കട്ടെ കർത്താവെ നിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ മരിച്ച നാം തന്നെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. Amen. Thank you, everybody.